ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാമീസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് മുട്ടയപ്പാണ് തയ്യാറാക്കാൻ പോണേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് മൈദ നമ്മൾ വലിയൊരു സ്പൂണിൽ അളന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടൊരു മുട്ട, പിന്നെ ഒരു പച്ചമുളക്, ഒരു വലിയ ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ വന്നിട്ട് മല്ലിച്ചപ്പ്, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ വേണേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു പേസ്റ്റ് രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയോ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് റെഡിയായി വരും കേട്ടോ. ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയുള്ളി, നമ്മൾ ചെറിയൊരു കഷ്ണം വലിയുള്ളി, അതായത് ഒരു ഉള്ളിയുടെ പകുതി കഷ്ണമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ പീസായി അരിഞ്ഞിരിക്കുന്ന വലിയ ഉള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞ് വെച്ച പച്ചമുളകും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമ്മളെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. ശേഷം വെളിച്ചെണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം ഈ മാവ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളൊന്ന് ഭാഗം ഒന്ന് തിരിച്ചിടാണ്. അപ്പോൾ ഒന്ന് തിരിച്ചു വിട്ടിട്ടാൽ അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പമല്ല മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു രൂപത്തിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ കഴിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടത്. വൈകുന്നേരം